ഞാനിവിടെ കയറി വരുമ്പോൾ സത്യത്തിൽ വിസ്മയിച്ചാണ് നിങ്ങളെ ഞാൻ നോക്കിക്കണ്ടത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഈ കടപ്പുറം തീരത്ത് സംഘടിച്ച് ഈ നാടിൽ രാജ്യത്തെ പ്രശ്നങ്ങളുടെ ചുരുളടിച്ച് നിങ്ങൾ വെച്ചിരിക്കുകയാണ് നാടിൻ്റെ മുമ്പിൽ തിരുത്താൻ, ഭരിക്കുന്ന സർക്കാരിനോട് തിരുത്താൻ കൈ ചൂണ്ടി ഈ ഇടതുപക്ഷ സർക്കാരോട് ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ആ ആവശ്യങ്ങൾ പരിഹരിച്ചു പോകാത്ത ഇടതുപക്ഷ സർക്കാരിനെ ഈ സംസ്ഥാനത്തിട്ട് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ നിങ്ങളെ ചുരുട്ടിക്കൂട്ടി നിങ്ങളെ ജനമധ്യത്തിൽ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഇടതുപക്ഷത്തോട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ? ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ നാടിൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു? ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? എന്തെങ്കിലും ചെയ്തോ? പാവപ്പെട്ടവർക്ക്, അധ്വാനിക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ഭാരം ചുമക്കുന്നവർക്ക് എന്തു ചെയ്തു ഈ സർക്കാർ എന്ന് ആണത്തമുണ്ടെങ്കിൽ ഈ നാടോട് വിളിച്ചു പറയണം. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയാൻ നട്ടെല്ല് കാണിക്കുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാരിന് മാറാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങളെ പിടിച്ച് വിളിച്ച് പിറകോട്ട് കൊണ്ടുപോയി ജനമധ്യത്തിലിട്ട് നിങ്ങളെ ഞങ്ങൾ അപമാനിക്കും. അതിനൊരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് താക്കീത് തരികയാണ്. നമ്മുടെ ഈ നാട് ഇന്ന് സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര വലുതാണ്. ഈ നാടിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂട്ടായ്മയല്ലേ? ഇവിടെ പൈസയുണ്ടോ? ഇവിടെ കാശുണ്ടോ? ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ പണമുണ്ടോ? ആ പണമില്ലാത്ത, പൈസയില്ലാത്ത, കാശില്ലാത്ത ഒരു ജനസഞ്ചയം കേരളത്തിലെ സർക്കാരിന്റെ മുമ്പിൽ അടിമകളെ പോലെ നിൽക്കേണ്ടി വന്നാൽ ആ അടിമകൾ ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കലിൽ നിങ്ങളുടെ ഗവൺമെന്റും നിങ്ങളുടെ അനുയായികളും ഈ നാടിൽ നിന്ന് കടന്നു പോകേണ്ടി വരുമെന്ന് ഇടതുപക്ഷ സർക്കാരിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മാറണം, നിങ്ങൾ മാറ്റണം, നിങ്ങൾ തിരുത്തണം. നിങ്ങൾ തിരുത്തി ഈ നാടിന്റെ പഴയ കരുത്ത് തിരികെ കൊണ്ടുവരാൻ എൻ്റെ പ്രിയമുള്ള ഇടതുപക്ഷ സർക്കാരിന് സാധിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഈ നാടിൽ കള്ളത്തരം മാത്രമാണ്, കൊള്ളയാണ്, സ്വർണ്ണക്കടത്താണ്. സ്വർണം കടത്തിക്കൊണ്ടുപോയ ഒരു നാട്, ഇതുപോലെ സ്വർണം കടത്തിക്കൊണ്ടുപോയ, പച്ചയായി സ്വർണം കടത്തിക്കൊണ്ടുപോയ ഒരു നാട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കുക. എവിടുത്തെ സ്വർണമാണ്? ശബരിമലയിലെ സ്വർണം, ശബരിമല അയ്യപ്പന്റെ സ്വർണം ആരെങ്കിലും കൊണ്ടുപോകുമോ? ദേവന്റെ സ്വർണം കൊണ്ടുപോയ നാടാ നമ്മുടെ നാട്. എന്നിട്ട് ഈ നാടിലെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ ഈ സർക്കാരിനെ നിങ്ങളെ നോക്കി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞങ്ങൾ പൊട്ടിത്തെറിക്കും, നാട് പൊട്ടിത്തെറിക്കും, ജനം പൊട്ടിത്തെറിക്കും. ഒരവസരമുണ്ട്, ആ അവസരം വരെ കാത്തിരിക്കാൻ ഇടതുപക്ഷം തയ്യാറായിക്കൊള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ വാക്കുകളേറെ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാറ്റിനും വിലവർദ്ധനവാണ്. ഈ നാട്ടിൽ ഏതിനാ വിലവർദ്ധനവില്ലാത്തത്? എല്ലാം ആ വിലവർദ്ധനവ് സഹിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. നിങ്ങൾ അധിക സമയം കാത്തിരുന്നാൽ നിങ്ങളെ പിടിച്ച് പുറത്തു തള്ളി ഈ ഭരണത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് ചവിട്ടി പുറത്താക്കും എന്ന് ഇടതുപക്ഷത്തോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാട്ടിലെ ജനങ്ങളുടെ വിചാരങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭരണകൂടത്തിന് ഭരിക്കാൻ അവകാശമില്ല. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് ഭരിക്കാൻ അവകാശമില്ല. ഇടതുപക്ഷ സർക്കാരിന് കേരളം ഭരിക്കാൻ അവകാശമില്ല. അവകാശമില്ലാത്ത നിങ്ങൾ ഈ നാട് ഭരിക്കാൻ പുറപ്പെട്ടാൽ സാധാരണക്കാരന്റെ കൈകൊണ്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാധാരണക്കാരായ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
പട്ടിണിക്കാരന്റെ പ്രശ്നങ്ങൾ തീർക്കണം, പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ തീർക്കണം, അധ്വാനിക്കുന്നവന്റെ പ്രശ്നങ്ങൾ തീർക്കണം. അതെല്ലാം തീർക്കാൻ സാധിക്കേണ്ടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ആ നാടിനെ മാറ്റിയെടുത്ത് ഈ നാട് കരുത്തുറ്റ നാടാണെന്ന് രാജ്യത്ത് മുമ്പ് തെളിയിക്കാൻ സാധിക്കുന്ന പ്രവർത്തനവുമായി മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചുമ വന്നിരിക്കുന്നവന് ചുമ നിൽക്കൂല. അതുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.